ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഈ ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത സിനിമയ്ക്കെതിരായ ഒരു അദൃശ്യ ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ സെൻസർ ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോരാട്ടം എന്നുള്ളത്, ഞാനൊരു സിനിമാ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഒരു വ്യക്തിയുമായി നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു മാസ് മൂവ്മെൻ്റ് ആണ് വേണ്ടത്. ഈ തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയം കൂടിയല്ല. അപ്പോൾ ആ രൂപത്തിൽ ഒരു സംഘടിതമായ ഒരു രൂപം അതിന് സാധ്യമാണോ? സാധ്യമാണ്, തീർച്ചയായിട്ടും സാധ്യമാണ്. ഞങ്ങളിപ്പോൾ എല്ലാ സംഘടനകളും ചേർന്ന് ഒരു ഭീമഹർജി തയ്യാറാക്കി ഈ പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഞങ്ങളുടെ പ്രതിനിധിയായി ശ്രീ സുരേഷ് കുമാർ കേന്ദ്ര മന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് അത് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ ഗൗരവപൂർവ്വം എടുത്ത് ഞങ്ങളുമായിട്ട് ഒരു ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത അന്യ സംസ്ഥാനങ്ങളിലെ മറ്റു ഭാഷകളിലെ പ്രവർത്തിക്കുന്ന ഫിലിം മേക്കേഴ്സായിട്ട് നിർമ്മാതാക്കളായിട്ട് എല്ലാം ഞങ്ങളൊരു ഡയലോഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കളക്റ്റീവ് മൂവ്മെൻ്റായിട്ട് മാറുകയും അടിസ്ഥാനപരമായി ഇതിൻ്റെ ഗൈഡ് ലൈൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. ഇത് 1991 ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഫ്രെയിം ചെയ്യപ്പെടുന്നത്. 1991 ഗൈഡ് ലൈൻസിന് വ്യക്തമായ ഒരു ഫ്രെയിമിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിനാണ് ഈ പറയുന്ന വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ചില സംഗതികൾ വരികയും അതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ ഇൻ പ്രാക്ടീസ് അത് മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എല്ലാ തവണയും, ഇപ്പം ഞാൻ ആദരണീയനായ ശ്രീ പത്മനാഭൻ്റെ വാക്കുകൾ കേട്ടു. അദ്ദേഹം ഈ സിനിമയ്ക്കും ഈ വിഷയത്തിലും തരുന്ന പിന്തുണയിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ആദരപൂർവ്വം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ, എല്ലാ തവണയും നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല. ഈ കോടതിയിൽ ഇപ്പോൾ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്, ഇവിടെ വേണമെങ്കിൽ നമുക്കിത് വിശദമായ വാദം കേൾക്കാം, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും, അപ്പോൾ അപ്പീലിൻ്റെ സാധ്യതകളുണ്ട്, അപ്പോൾ ഡിവിഷൻ ബെഞ്ചുണ്ട്, പിന്നെ സുപ്രീം കോടതിയുണ്ട്. ഒരു സിനിമ എത്ര നാൾ കോടതിയിൽ കിടന്ന് അതിൻ്റെ സർട്ടിഫിക്കേഷന് വേണ്ടി കറങ്ങാൻ ഇടയാകും? നമുക്ക് വേണ്ടത്, അതായത് യാതൊരു ആശങ്കയുമില്ലാതെ CBFCയിലേക്ക് പോകാൻ കഴിയണം നമുക്ക്. ഇപ്പോൾ പത്മകുമാർ ചൂണ്ടിക്കാണിച്ച വളരെ കാതലായ ഒരു വിഷയമാണ്. ആർക്കിടയിൽ നടന്ന ചർച്ചയുടെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തത്. ഇന്നത്തെ ഈ ഒരു അഫിഡവിറ്റ് അത് വളരെ സംശയകരമായ ചില കാര്യങ്ങളുണ്ട്. കാരണം റിവൈസിംഗ് കമ്മിറ്റി ഒരു സിനിമ കണ്ടിട്ട് അവർ പറയുന്നു ജാനകി എന്ന പേര് എവിടെയൊക്കെ സിനിമയിൽ വരണോ അത് മാറ്റണം, ടൈറ്റിലിൽ നിന്ന് മാറ്റണം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനിലൂടെ ഓവർ റൂൾ ചെയ്യാൻ പറ്റില്ല, ചെയർമാനോ മറ്റാർക്കുമോ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ മയപ്പെടൽ എങ്ങനെ സംഭവിച്ചു? ഈ ഭേദഗതി ആരാണ് നിർദ്ദേശിച്ചത്? ഒരു റിവൈസിംഗ് കമ്മിറ്റി ഒരിക്കൽ കൂടി ഓൺലൈനിൽ കൂടിയോ? അതിൻ്റെ മിനിറ്റ്സ് എന്താണ്? അത് വളരെ കൃത്യമായിട്ട് രേഖാമൂലം നിർമ്മാതാവിനെ അറിയിച്ചിട്ടുണ്ടോ, കൈമാറിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവുമില്ല. റിവൈസിംഗ് കമ്മിറ്റി ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്ന് കോടതിയിൽ 2 വരിയാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ആ 2 വരിയിൽ നിന്ന് ഇന്നത്തെ ഈ മയപ്പെടലിലേക്ക് പോകുമ്പോൾ ആ തീരുമാനം എപ്രകാരമാണ്, ആരാണ് എടുത്തത്? ഇത്തരം ചോദ്യങ്ങൾ ഇതിൻ്റെ സുതാര്യതയ്ക്ക് വലിയ രീതിയിൽ ഇതിൻ്റെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് നടപടിക്രമങ്ങളിലെ സുതാര്യത, ഗൈഡ് ലൈൻസിൽ കുറച്ചും കൂടി വ്യക്തത വരണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ അഫിഡവിറ്റിനകത്ത് അവർ പറയുന്നുണ്ട്, ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾ സിനിമയിലെ കഥാപാത്രങ്ങളെ കാണുന്നത് പോലെ അല്ല ആവറേജ് മോറൽ മാൻ. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആവറേജ് മോറൽ മാൻ, അല്ലെങ്കിൽ ആൻ ഓർഡിനറി മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രൂഡൻസ്. വിവേകമുള്ള, കോമൺ സെൻസ് ഉള്ള ഒരു കോമൺ മാൻ. അവിടെ സ്ത്രീ ഇല്ല കേട്ടോ, man/woman എന്നൊന്നുമില്ല, മാൻ തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ ആവറേജ് മോറൽ മാൻ, അതുപോലെ തന്നെ ഓർഡിനറി മാൻ ഓഫ് കോമൺ സെൻസ് ആൻഡ് പ്രൂഡൻസ്, അവർ ഈ സിനിമയെ കാണുന്നത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും? ജാനകി എന്ന പേര് കേട്ടാൽ അത് സീതാദേവിയാണെന്ന് ധരിക്കുന്നയാളാണ് വിവേകമുള്ള കോമൺ മാൻ എന്നാണ് CBFC പറയുന്നത്. അപ്പോൾ ആ കോമൺ മാൻ സമം ആരാണ്? എന്തിലും മതം കാണുന്ന അത്തരത്തിലുള്ള ഒരു കാണിയെയാണോ CBFC നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്? ഇത്രയും അടഞ്ഞ ചട്ടക്കൂടുള്ള ഒരു സ്ഥാപനമായി CBFC മാറുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഗൗരവകരമായ ചർച്ച ഇവിടെ നടക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കും അല്പം തിരക്കുണ്ട്. എന്നെ ഈ ചർച്ചയിൽ നിന്ന് പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞത്
തീരുത്ത് എന്ന പ്രസിദ്ധമായ കഥയിൽ NS മാധവൻ്റെ കഥയിൽ ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം അന്ന് രാത്രിയിൽ നടക്കുന്ന ഒരു പത്രസ്ഥാപനത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ആ കഥയിൽ. അന്ന് പത്രാധിപരായ ചുല്യാറ്റിൻ്റെ റൂമിലേക്ക് സുഹറ എന്ന ജൂനിയറായിട്ടുള്ള ജേർണലിസ്റ്റ് കടന്നു വന്ന് അവരോട് സംസാരിക്കുമ്പോൾ സുഹറ ചുല്യാറ്റിനോട് പറയുന്നുണ്ട്, നന്ദി സാർ എന്ന് പറയുന്നുണ്ട്. ചുല്യാറ്റ് തിരിച്ചു ചോദിക്കുന്നു, എന്തിനാണ് നീ എനിക്ക് നന്ദി പറയുന്നത്? ഇന്ന് ഞങ്ങളെ കാണാൻ വന്ന എല്ലാ ഹിന്ദു സുഹൃത്തുക്കളും ഞങ്ങളെ ആശ്വസിപ്പിച്ചു, സാർ ആശ്വസിപ്പിക്കാത്തതിന് നന്ദി എന്നാണ് പറയുന്നത്. അപ്പോൾ ചുല്യാറ്റ് സുഹറയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, കുട്ടി, എന്നു മുതലാണ് ഞാൻ നിനക്ക് ഒരു ഹിന്ദു സുഹൃത്തായി മാറിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് കല ഉയർത്തുന്ന പ്രശ്നം. എവിടെയാണ് ഒരു കഥാപാത്രം ഹിന്ദുവും മുസ്ലിമുമായി മാറുന്നത്? ആരുടെ പെർസ്പെക്റ്റീവിൽ? അതാണ് കല ഉയർത്തുന്ന പ്രശ്നം. അതിന് ഇത്രയും സങ്കുചിതമായ ഉത്തരങ്ങൾ നൽകി മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ എന്ന മാധ്യമത്തിന് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.